നമുക്ക് നിധിയുടെ സുധീഷിന്റെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിനെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുനന്ദയെ പെണ്ണ് കാണാൻ വന്ന വീട്ടിലെ ആ ചെക്കൻ്റെ അച്ഛൻ വന്ന് ഭാസ്കരനോട് കാര്യങ്ങളൊക്കെ തിരക്കണം. പെണ്ണ് എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ തിരക്കണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു, ഇതുപോലത്തെ ഒരു കുടുംബത്തിൽ നിന്നാണോ നിങ്ങൾക്ക് പെണ്ണെടുക്കാൻ തോന്നിയത്? എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? ഇതുപോലൊരു വൃത്തികെട്ട കുടുംബം ഈ നാട്ടിൽ എവിടെയെങ്ങും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ഇനിയിപ്പോൾ അയാൾ ചോദിച്ചു, അല്ല ഞാൻ ചോദിച്ചവരൊക്കെ നല്ല ആളാ പറഞ്ഞേ. അവരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ ഈ പറയുന്ന സുനന്ദ എൻ്റെ ഒരു അകന്നത് ബന്ധത്തിലുള്ളതാ. എനിക്ക് നന്നായിട്ടറിയാം അവൾ അത്ര ആള് ശരിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയാൾ ആകെപ്പാടെ ടെൻഷനിലായി. കാരണം സുഭാഷിനോട് ചോദിച്ചപ്പോൾ അതിനു മുമ്പ് സുഭാഷ് നല്ലതാ പറഞ്ഞത്. അപ്പോഴേക്കാണ് സുഭാഷ് അയാളോട് വരുന്നത്. സുഭാഷ് നോക്കി കഴിഞ്ഞപ്പോൾ ഭാസ്കരന് അയാളോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. സുഭാഷ് ഓടി അങ്ങോട്ട് വന്നു. ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ അച്ഛനും മോനും ആണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല മുമ്പേ മോൻ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ലല്ലോ, ആ പെൺകുട്ടി നല്ലതാണ്, ആ കുടുംബം നല്ലതാണെന്നാണല്ലോ പറഞ്ഞേ. ഭാസ്കരൻ പറഞ്ഞു, നിനക്ക് എന്താടാ തലയ്ക്ക് ഓളം ഉണ്ടോ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ആ കുടുംബത്തെക്കുറിച്ച് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. സുനന്ദ നല്ല പെൺകുട്ടിയാണ്, ആ കുടുംബവും നല്ലതാ. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നോ? എടാ ഞാൻ മദ്യപിച്ചാലൊരു ഇത്തിരിയൊക്കെ ഉള്ളൂ. പക്ഷേങ്കിൽ ഞാൻ മദ്യപിച്ചിട്ട് വിളിച്ച് പറയുന്നൊന്നും അല്ല. ഉള്ള സത്യാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവളും അവളുടെ കുടുംബക്കാർ ശരിയല്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ചേട്ടനൊന്നും വിശ്വസിക്കൊന്നും വേണ്ട. നിങ്ങൾ എത്രയും വേണമെന്ന് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ. അച്ഛൻ പറയുന്നതും കാര്യമായിട്ട് എടുക്കണ്ട, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ചോദിക്ക് പോയി ചോദിക്കുക, അപ്പോഴറിയാന്ന് പറഞ്ഞു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയാൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. കാരണം ഇതാര് പറയുന്ന വിശ്വസിക്കേണ്ടേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഇതിലിപ്പം സുഭാഷ് പറയുന്നതാണോ അതോ ഭാസ്കരൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടേ എന്നൊരു ചിന്തയുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അയാൾക്കും അറിയത്തില്ല. അവിടെ സുഭാഷ് പറഞ്ഞു, ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് സുഭാഷ് നേരെ ഭാസ്കരന് നേരെ തിരിയുവാണ്. അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ? എന്താടാ അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ അയാളോട് പറയാൻ പോയത്? എടാ നീ വലിയ ത്യാഗിയൊന്നും ആകണ്ട. ഇതേ സ്ഥാനത്ത് നിന്റെ ഒരു ആലോചനയെക്കുറിച്ച് അവരോട് ചോദിക്കുമായിരുന്നെങ്കിലോ അവർ നിന്റെ കുറ്റമല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. പിന്നെ നീ എന്തിനടാ? ആ കുടുംബത്തെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ? അത് പാവം പെങ്കൊച്ച സുനന്ദ, അവളുടെ കല്യാണം നടക്കുവാണെങ്കിൽ നടക്കട്ടെ. പിന്നെ ഒരു പാവം പോലും എവിടെയാണെന്ന് അറിയത്തില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ ഇങ്ങനെ ത്യാഗി കളിച്ച് നടന്നോളാൻ പറഞ്ഞു. കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല അവളുടെ, നീ കണ്ടോ? ഒരു കല്യാണം നടക്കില്ലടാന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് പോയി. സുഭാഷിനാണെങ്കിലോ നല്ല സങ്കടമായി അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ വീട്ടിലേക്ക് വരുവാണ്. ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ പെറുപുറത്തോണ്ടാ വരുന്നേ. അങ്ങനെ വന്ന് വീട്ടിലേക്ക് കയറിയിട്ട് ഭാസ്കരൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അവൻ എന്നെത്തിൻ്റെ കേടാ, എനിക്ക് നല്ല ദേഷ്യം വന്നാ, അല്ലെങ്കിലും അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി ഇറങ്ങി വന്ന് നികേഷിനോട് ചോദിച്ചു, അല്ല അച്ഛനിത് ആരെക്കുറിച്ചാണ് പറയണേ? ആർക്കറിയാന്ന് പറഞ്ഞു. ആ സമയത്ത് നിധി ചോദിച്ചു, അല്ലച്ചാ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റാനായിട്ടാ? ഇവിടെ ഒരുത്തരുണ്ടല്ലോ, ഒരു രാജാവ്, മഹാരാജാവ്, അവനെക്കുറിച്ച് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ആര്? സുഭാഷേണ്ണെ കുറിച്ചോ? അതെ. അല്ല സുഭാഷേണ്ണ എന്ത് പറ്റി? എന്ത് പറ്റാനായിട്ടാന്ന് പറ. ഇന്ന് ഞാനേ ആ കവലയെ വെച്ച് ആ സുനന്ദ എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ്റെ അച്ഛനെ കണ്ടു. അത് സ്വാഭാവികമാണല്ലോ, ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ കുറിച്ചൊക്കെ അടുത്ത ആ വീട്ടിലെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നേ. അവിടെ പരിചയമുള്ള ആൾക്കാരോടും പിന്നെ അല്ലാത്തവരോടൊക്കെ ചോദിക്കുമല്ലോ പെണ്ണ് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു, ആ പെണ്ണിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും. ഞാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു, അവളെക്കുറിച്ചും അവളുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ. ഈ പറയുന്ന അവളുടെ അമ്മ കാര്യം പറഞ്ഞ എൻ്റെ പെങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അവളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നും, പിന്നെ അവളുടെ ഒരു അച്ഛനുണ്ട് ഗൾഫിലാണ്, അവിടെ ജയിലിലാണോ എന്താന്നൊക്കെ ആർക്കറിയാം. അതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടോണ്ട് വന്ന എൻ്റെ മോനുണ്ടല്ലോ മഹാരാജാവ്, അവൻ ഒട്ടും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞൊന്നും ശരിയല്ല, അച്ഛൻ കള്ളു കുടിച്ചിട്ട് പറയണതാ. അവളുടെ സ്വഭാവം നല്ലതാ, കുടുംബക്കാരും നല്ലതാ, എത്രയും പെട്ടെന്ന് നിങ്ങൾ കല്യാണം നടത്താനൊക്കെ. അവൻ എന്തിൻ്റെ കേടാ അത്? എത്ര പറഞ്ഞാലും അവൻ്റെ തലയിലേക്ക് കയറത്തില്ല. ഇവനെപ്പോലെ ഒരുത്തനെ ആണല്ലോ ഞാൻ ഉണ്ടാക്കി വിട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയണം. ഇതൊന്നും കേട്ടിട്ട് നിധിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സുഭാഷേണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞോ? കഴിഞ്ഞ ദിവസം സുനിതയെ വിവാഹം കഴിക്കാൻ പോയതാ, എന്നിട്ടോ സുനിതയ്ക്ക് വേറൊരു കല്യാണം നടക്കുന്നുണ്ട്. സുഭാഷേണ്ണ പ്രശ്നമൊന്നുമില്ലേ? നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ ചേട്ടനെ എനിക്ക് മനസ്സിലാവുന്നില്ലോടാ, എന്നെക്കൊണ്ടാണ് ഇങ്ങനെയൊന്നും സാധിക്കില്ല. സുഭാഷേട്ടൻ പറഞ്ഞു കേട്ടോ, സുനിത നല്ല പെൺകുട്ടിയാണ്, അങ്ങനെയൊക്കെ നമ്മളാണെങ്കിൽ കല്യാണം മുടക്കാനല്ലേ നോക്കുള്ളൂ. നികേഷ് പറഞ്ഞു, അതാ എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അങ്ങനെയാ, മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ദ്രോഹം ചെയ്യില്ലെന്ന് കരുതി നടക്കുന്ന ഒരാളാ, അതാ ഇങ്ങനെയെന്ന് പറഞ്ഞു.
നിധി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് അന്യായം തന്നെ കേട്ടോ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, പാവ സുഭാഷ് ഏട്ടൻ ഇത്ര നല്ല മനസ്സുണ്ടായിട്ട് പോലും നല്ലൊരു ജീവിതം കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഉണ്ടാകും, ഉറപ്പായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകും, അധികം വൈകാതെ തന്നെ. ഉറപ്പാണോ നിധിയടുത്തി? ഉറപ്പാ. നിധി ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ അത് കാണാനായിട്ട് നിധി ചേച്ചി ഇവിടെ കാണുമെന്ന് ചോദിച്ചു. അതെന്താടാ? അല്ല, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയൂല ഞാൻ ഇവിടുന്ന് പോകുന്ന, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ പോകുമോ? എനിക്ക് നല്ലൊരു പേടിയുണ്ട് ചേച്ചി ഇവിടുന്ന് പോകുമെന്ന്. അതാ എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. നീ ഇപ്പം തൽക്കാലത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കട്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് നികേഷിനെ. പിന്നീട് സുഭാഷും സുധീഷും കൂടെ ടൗണിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് സുധീഷ് പറഞ്ഞു, എന്താ നടത്തില്ല, ഇപ്പം ആണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റും ഇല്ലെന്ന് പറയണം. എൻജോയ്മെൻ്റ് ഇല്ലെന്ന്? നേരത്തെ ആക്കിയാണെങ്കിൽ മെസ്സേജും ഫോൺ കോളും ഒന്നും ഇല്ലായിരുന്നു പെൺകുട്ടികളുടെ. ഇപ്പോഴാണ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷും നോക്കി, എന്താടാ നിനക്ക്? അല്ല, ഇഷ്ടം പോലെ മെസ്സേജൊക്കെ അയക്കായിരുന്നു, നല്ല നല്ല പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് ദേഷ്യത്തോടെ സുധീഷിനെ നോക്കി, എടാ നിനക്ക് മെസ്സേജും ഫോൺ വിളിയൊക്കെ വേണോ അല്ലേ? അല്ലാതെ നിനക്ക് പറ്റില്ലല്ലേ? നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യുക, നിന്നോടൊപ്പം ഞാനില്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യ്, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. സുഭാഷോട് എന്ത് സംസാരിക്കാനായിട്ടാ? പെൺകുട്ടികളോട് സംസാരിക്കുന്ന പോലെയുള്ള സുഖമൊന്നും സുഭാഷയോട് സംസാരിച്ച് കിട്ടത്തില്ലോ. ഒറ്റയാണെങ്കിൽ ഇട്ട് തന്നാലുണ്ടല്ലോ നിനക്ക് കിട്ടിയാന്, എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട സമയത്ത് സുനന്ദയുടെ വീടിൻ്റെ അവിടെ പന്തലൊക്കെ ഇടുവാണ്. കാരണം എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുക. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, നോക്കൂ സുഭാഷ് ഏട്ടാ, തെങ്ങ് നോക്ക്, അവിടെ കണ്ടോ പന്തലൊക്കെ ഇടുന്ന കണ്ടോ എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അങ്ങോട്ട് നോക്കുകയോ വേണ്ട, തല കുനിച്ച് പിടിച്ച് പോന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല എന്നാലും ഉണ്ടല്ലോ കുറച്ച് കഷ്ടം തന്നെയെന്ന് പറഞ്ഞു. എടാ എന്തിനാണ് നീ അങ്ങോട്ടേക്ക് നോക്കാൻ പോന്നേ? നിന്നോടല്ല ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് നോക്കണ്ടെന്ന്. അല്ല അവിടെ ആരൊക്കെയാ നിൽക്കുന്നേ? അമ്മാവനുണ്ട്, പിന്നെ സുനന്ദയുടെ അച്ഛനുണ്ട്, പിന്നെ ആ അടുത്ത വീട്ടിലെ അയാളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇയാളൊക്കെ വന്നിട്ടുണ്ടല്ലേ? എടാ നീ ഒരു കമൻട്രി പറയേണ്ട കാര്യമില്ല, നേരെ നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത വീട്ടിലെ അയാൾ ചോദിച്ചു, അല്ല ഇതവനല്ലേ, സുഭാഷല്ലേ, ഭാസ്കറിൻ്റെ മോനല്ലേ പോണേന്ന് ചോദിച്ചു. അതെ അതെ, പോക്കണ്ടില്ലേ, ഇത്ര നാളായിട്ടും കല്യാണം നടന്നിട്ടില്ല, ആര് പെണ്ണ് കൊടുക്കാനാ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. ഈ സമയത്ത് സുനന്ദ അകത്തുണ്ടായിരുന്നു. സുനന്ദ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ സുഭാഷൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് ഗംഗാധരൻ പറഞ്ഞു, ആ ലൈറ്റൊക്കെ നന്നായിട്ടിട, എല്ലാവരുടെയും മുഖമൊക്കെ നന്നായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷിൻ്റെയൊക്കെ മുഖം കാണാൻ പാകത്തിന് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടു. ഈ സമയത്ത് സുധീഷ് പതുക്കെ വീട്ടിലേക്ക് നോക്കുമ്പോൾ സുനന്ദ ജനലിൽ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഇതെങ്ങ് നോക്ക്, ജനലിൽ കൂടെ 2 കണ്ണ് സുഭാഷ് ഏട്ടനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എടാ അങ്ങോട്ടേക്ക് നോക്കാൻ നേരെ നോക്കി വരുന്നുണ്ടോ നീ? അവൻ അങ്ങോട്ടേക്ക് നോക്കാൻ പോയിക്കുന്നു. എന്നാലും ഞാൻ സമ്മതിച്ചെന്നിരിക്കും സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? ഇങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ പോവാനായിട്ടെ, അവളുടെ കല്യാണം എന്നറിഞ്ഞിട്ടും സുഭാഷ് ഏട്ടൻ ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് സുധീഷിനെയും കൊണ്ട് സുഭാഷ് വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുവാണ്. അങ്ങനെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇനിയൊരു തോരൻ കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ആ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സുധീഷും നികേഷും ഒക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു, അല്ല എന്തോ ഒരു കരിയുന്ന മണം വരുന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, എനിക്കൊരു സ്മെല്ലും വരുന്നില്ലോ എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, ശരിയാ എനിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല അടുക്കളയിൽ എന്തോ കറി കരിയുന്ന പോലെ തോന്നേ, സുഭാഷേട്ടൻ അടുക്കളയിൽ ഇല്ലെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. നികേഷ് വിളിച്ചു, സുഭാഷ് ഏട്ടാ എന്തോ കറി കരിയുന്ന മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് പെട്ടെന്ന് തിരിയുന്നത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കറിയുടെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സുഭാഷ് അത് വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും കൈയൊക്കെ പൊള്ളി. സുഭാഷിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം സുനന്ദയുടെ കല്യാണം എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ. അത് പുറമെ ആരോടും പറയുന്നില്ലെന്നുള്ളൂ, ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. പിന്നീട് സുഭാഷ് ആ കറി കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, അതെ കുറച്ച് അടി പിടിച്ചു, മോളിൽ നിന്ന് എടുത്തരാം, പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ചോറും കറിയൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം നിധി പറഞ്ഞു, ഞാനും കൂടെ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് നിധിയും ചോറൊക്കെ എടുക്കാണ്ട് സഹായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് വന്നിട്ട് അകത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ, അല്ല കറിയൊക്കെ സുഭാഷേട്ടൻ തന്നെയല്ല കൊണ്ടേ വെച്ചേന്ന് ചോദിച്ചു. പിന്നീട് അങ്ങനെ അവർ കഴിക്കാണ്ടിരിക്കുകയാണ്. കഴിക്കാതിരിക്കുന്ന സമയത്ത് സുഭാഷ് ആണെങ്കിൽ ഈ ലോകത്തിലെങ്ങും അല്ല, ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എടുത്തു കൊടുക്കണ സമയത്തൊക്കെയാണ് സുഭാഷിന് ചിന്തകളൊന്നും ഇവിടെ അല്ല എന്ന് മനസ്സിലായി. ഇത്തിരി കറി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് ചോദിച്ചു, അല്ല സുഭാഷ് ഏട്ടാ ഉപ്പിനകത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത് അതോ ഉപ്പ് ഇതിനെ മുകളിൽ തൂകുകയാണ് ചെയ്തതെന്ന് ചോദിച്ചു. എന്താടാ ഭയങ്കര ഉപ്പ് കാരണം വായി വെക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. അതെ കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്.
സുഭാഷിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോൾ ഹരീഷ് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ, അത്രയ്ക്ക് ഉപ്പില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. എടാ നിനക്കത് വേണ്ടെങ്കിൽ നീ രസം കൂട്ടി കഴിക്കാനൊക്കെ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അയ്യോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ അതൊന്നും ഓർത്തില്ല എന്ന് പറഞ്ഞു. ഉപ്പിട്ടങ്ങോട്ട് കൂടിപ്പോയി, രണ്ടാമത് വീണ്ടും കൊണ്ട് ഇട്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സാരമില്ല സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. സുഭാഷ് മാത്രം ആഹാരം കഴിക്കുന്നില്ല. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടൻ എന്താ കഴിക്കാത്തെ? ഓ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ വിശക്കാത്തെ? എനിക്കിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് കഴിക്കാതെ ഒഴിഞ്ഞു മാറുവാണ്. അപ്പോഴേക്കും അവർ സുഭാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. സുഭാഷ് വല്ലാത്തൊരവസ്ഥയിലാന്ന് അവർക്ക് മനസ്സിലായി. നല്ല വിഷമം മുഖത്തുണ്ടെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിലേക്ക് വന്ന് പാത്രമൊക്കെ എടുക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ താഴേക്ക് പോകണം. പെട്ടെന്ന് എല്ലാവരും ഓടി വന്നു. എന്താ സുഭാഷ് ചേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചാളാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. കാരണം സുഭാഷിൻ്റെ മനസ്സ് ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.